ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2026 റിലീസായ ഗതവൈഭവം എന്ന കന്നഡ മൂവിയാണ്. ദേവകന്യയെ പ്രണയിച്ചതിന്റെ പേരിൽ ശാപമേറ്റ ഒരു അസുരൻ. ആ ശാപം വരും ജന്മങ്ങളിലും അവനെ വിടാതെ പിന്തുടരുന്നു. ആ ശാപം എന്തായിരുന്നുവെന്നും ശാപത്തെ അതിജീവിച്ച് അവന് തന്റെ പ്രണയം സ്വന്തമാക്കാൻ കഴിഞ്ഞോ എന്നും അറിയാൻ നമുക്ക് നേരെ മൂവിയിലേക്ക് പോകാം. മൂവിയുടെ തുടക്കത്തിൽ FBയിൽ ആധുനിക എന്നൊരു പെൺകുട്ടി പോസ്റ്റ് ചെയ്തിരിക്കുന്ന തന്റെ കൂട്ടുകാരൻ പുരാതന്റെ സ്കെച്ച് കണ്ട് രാമു അവനെ കോൾ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പുരാതൻ അവന്റെ VFX സ്റ്റുഡിയോയിലായിരുന്ന സമയത്താണ് അവന്റെ രാമുവിന്റെ കോള് വരുന്നത്. ആധുനിക എന്നൊരു പെണ്ണ് നിന്റെ മുഖം സ്കെച്ച് ചെയ്ത് FBയിൽ ഇട്ടിട്ടുണ്ടെന്നും ഇതുപോലൊരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്നും രാമു പുരാതനോട് പറയുന്നു. നീ എന്തെല്ലാം ഉടായ്പ ചെയ്തു വെച്ചുകൊണ്ടാണോ ആ പെണ്ണിങ്ങനെ ചെയ്തതെന്ന് രാമു ചോദിക്കുമ്പോ ഞാനൊന്നും ചെയ്തിട്ടില്ലെന്നും മാത്രമല്ല ആധുനിക എന്നൊരു പേര് പോലും ഞാൻ കേട്ടിട്ടില്ലെന്നും പുരാതൻ മറുപടി പറയുന്നു. മറുഭാഗത്ത് പെയിന്റിംഗ് ചെയ്യുന്ന ആധുനികയെ കാണിക്കുന്നു. ആധുനിക പെയിന്റിംഗ് ചെയ്യുന്നതിനിടയിലാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്ത സ്കെച്ചിലെ അതേ മുഖച്ഛായ ഉള്ള ഒരാളെ എനിക്ക് പരിചയമുണ്ടെന്ന് പറഞ്ഞ് രാമുകൾക്ക് മെസ്സേജ് അയക്കുന്നത്. അതാരാണെന്ന് അറിയാനായി ആധുനിക അവനെ കോൾ ചെയ്യുന്നു. പുരാതൻ എന്ന എന്റെ കൂട്ടുകാരന് നിങ്ങൾ സ്കെച്ച് ചെയ്ത ആളുടെ മുഖച്ഛായ ഉണ്ടെന്ന് രാമു പറയുമ്പോൾ ആധുനിക രാമുവിന്റെ അടുത്തുനിന്ന് പുരാതന്റെ നമ്പർ വാങ്ങിക്കുന്നു. പിന്നീട് രാമുവും പുരാതനും കൂടെ VFX സ്റ്റുഡിയോയിലായിരുന്ന സമയത്താണ് ആധുനിക പുരാതനെ കോൾ ചെയ്യുന്നത്. കോള് കണക്ട് ആയ ഉടനെ പുരാതന്റെ ശബ്ദം കേട്ടതും തന്റെ അരികിൽ ഒരു കുളിർക്കാറ്റ് വന്നതുപോലെയാണ് ആധുനികയ്ക്ക് തോന്നുന്നത്. ആദ്യമായി പുരാതന ശബ്ദം കേട്ടതിന്റെ പകപ്പ് മാറിയതും നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ എന്നാണ് ആധുനിക ചോദിക്കുന്നത്. അത് കേട്ടതും തന്റെ സ്റ്റുഡിയോയുടെ അടുത്തുള്ള കോഫി ഷോപ്പിലേക്ക് വരാൻ പുരാതൻ പറയുന്നെങ്കിലും എന്റെ വീട്ടിലേക്ക് വന്നാൽ മതിയെന്ന് ആധുനിക മറുപടി പറയുന്നു. കോള് കട്ടായതും ആധുനിക അയച്ച ലൊക്കേഷനിലേക്ക് നോക്കുമ്പോഴാണ് അവളുടെ വീട് കൂർഗിലാണെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. ഇത്രയും ദൂരം ആരാണെന്നറിയാത്തൊരു പെണ്ണിനെ കാണാൻ വേണ്ടി പോകണോ വേണ്ടയോന്നോർത്ത് പുരാതൻ അല്പം കൺഫ്യൂസ് ആകുന്നു. ഇക്കാലത്ത് പരിചയമില്ലാത്തൊരു പെണ്ണ് സ്വന്തം വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് ഇനി എന്തെങ്കിലും ട്രാപ്പ് ആയിരിക്കുമോ എന്നൊക്കെ പുരാതന ചെറിയ സംശയം തോന്നുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നും എന്തായാലും നമുക്കൊന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞ് രാമു അവനെ കൺവിൻസ് ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ പുരാതൻ വീട്ടിൽ നിന്ന് കൂർഗിലേക്ക് യാത്രയായിരിക്കുന്നതാണ് കാണിക്കുന്നത്. അവനെ കണ്ടതും അച്ഛന്റെ ബുക്ക് റിലീസ് ഫംഗ്ഷന് പങ്കെടുക്കാതെ നീ ഇതെവിടെ പോവുകയാണെന്ന് അമ്മ അവനോട് ചോദിക്കുന്നു. പുരാതന്റെ അച്ഛൻ കൃഷ്ണമൂർത്തി അറിയപ്പെടുന്ന ഒരു സൈക്കാട്രിസ്റ്റും അമ്മ ലത ഐ സ്പെഷ്യലിസ്റ്റും ആയതിനാൽ അവരുടെ അതേ പ്രൊഫഷൻ ചൂസ് ചെയ്യാത്തതിന് കാണുന്നവരൊക്കെ പുരാതനെ കുറ്റപ്പെടുത്താറുണ്ടായിരുന്നു. ഇനിയിപ്പോ ബുക്ക് റിലീസ് ഫംഗ്ഷന് പോയാലും അതൊക്കെ തന്നെയായിരിക്കും ഉണ്ടാവുകയെന്ന് പുരാതൻ അറിയാമായിരുന്നു. അതുകൊണ്ട് ഫംഗ്ഷൻ ഒന്നും വരുന്നില്ലെന്നും ഒരു അത്യാവശ്യത്തിന് കൂർഗിലേക്ക് പോവുകയാണെന്നും പറഞ്ഞിട്ടാണ് പുരാതൻ യാത്ര പുറപ്പെടുന്നത്. രാമുവിനെയും കൂട്ടിയാണ് അവൻ കൂർഗിലേക്ക് പോകുന്നത്. അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ ഫ്രഷ് ആയ ശേഷം പുരാതൻ ഒറ്റയ്ക്കാണ് ആധുനികയുടെ വീട്ടിലേക്ക് പോകുന്നത്. അവൾ തന്നെ ഒന്നും ആദ്യമേ കഴിക്കരുതെന്നും മാത്രമല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഉടനെ എന്നെ കോൾ ചെയ്യണമെന്നും പറഞ്ഞിട്ടാണ് രാമുവിനെ പറഞ്ഞു വിടുന്നത്. ശേഷം പുരാതൻ ആധുനികയുടെ വീട്ടിലെത്തി ബെല്ലടിച്ചതും ആധുനികയാണ് വന്ന് കഥവ് തുറക്കുന്നത്. ആധുനികയെ നേരിട്ട് കണ്ടതും അവളെ കാണാൻ ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ സുന്ദരിയാണല്ലോ എന്നാണ് പുരാതൻ മനസ്സിൽ കരുതുന്നത്. എന്നാൽ ആധുനികയാകട്ടെ വല്ലാത്തൊരു പ്രണയഭാവത്തോടെ പുരാതന്റെ മുഖത്തേക്ക് തൊടാൻ കൈവിരൽ ഉയർത്തുന്നു. പുരാതൻ അവളുടെ പേര് വിളിക്കുമ്പോഴാണ് ആധുനികയ്ക്ക് താൻ ചെയ്യാൻ പോയതിനെ കുറിച്ച് ബോധം വരുന്നത്. അവൾ ഉടൻ തന്നെ ചമ്മല് മറച്ചു വെച്ച് പുരാതനെ അകത്തേക്ക് ക്ഷണിക്കുന്നു. ആധുനികയുടെ പേരൻസ് ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിന് പോയിരുന്നതിനാൽ വീട്ടിൽ അവൾ തനിച്ചാണ് ഉണ്ടായിരുന്നത്. ആധുനിക പുരാതനെ കുടിക്കാൻ കൊടുക്കുമ്പോൾ അല്പം പേടിയോടെയാണ് പുരാതൻ അത് കൈ വാങ്ങിക്കുന്നത്. ശേഷം പരിചയപ്പെടുത്തലിന്റെ ഭാഗമായി ആധുനിക പുരാതനോട് അവനെ കുറിച്ച് ചോദിക്കുന്നു. തന്റെ പേരൻസ് രണ്ടുപേരും ഡോക്ടേഴ്സ് ആണെന്നും പഠിക്കാൻ മോശമായതുകൊണ്ട് ഞാൻ ആ വഴി തിരഞ്ഞെടുക്കാതെ സ്വന്തമായി VFX സ്റ്റുഡിയോ നടത്തുകയാണെന്നും പുരാതൻ അവളോട് പറയുന്നു. ആധുനികയോട് സംസാരിക്കുമ്പോഴാണ് അവൾ ഒരു ഹോർട്ടിക്കൾച്ചർ സ്റ്റുഡന്റ് ആണെന്നും ഒപ്പം പെയിന്റിങ്സിലും അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നും പുരാതന് മനസ്സിലാവുന്നത്. മാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു മേജർ ആക്സിഡന്റിൽ തന്റെ ഓർമ്മകൾ ഭാഗ്യമായി നഷ്ടപ്പെട്ടതാണെന്നും ആധുനിക അവനോട് പറയുന്നു. അങ്ങനെ പരസ്പരം ഒന്ന് പരിചയപ്പെട്ട ശേഷമാണ് താൻ പുരാതനെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ആധുനിക അവനോട് പറയുന്നത്. താൻ പറയുന്നത് പുരാതൻ വിശ്വസിക്കുമോ ഇല്ലേ എന്ന ഭയത്തോടെയാണ് ആധുനിക അവനോട് സംസാരിച്ചു തുടങ്ങുന്നത്. നമ്മൾ ഇതിനു മുൻപ് 2 ജന്മങ്ങളെ കണ്ടുമുട്ടിയിട്ടുണ്ടെന്നും ഇത് നമ്മുടെ 3ാമത്തെ പുനർജന്മമാണെന്നും ആധുനിക പുരാതനോട് പറയുന്നു. എന്നാൽ ഇത് കേട്ടതും എന്തോ വലിയ തമാശ കേട്ടതുപോലെ പുരാതൻ അവളെ കളിയാക്കി ചിരിക്കുന്നു. ഇത് കണ്ടതും ആധുനികയ്ക്കാകെ ദേഷ്യം തോന്നുന്നു. ശേഷം സത്യം തെളിയിക്കാനായി ആധുനിക അവനോട് തങ്ങളുടെ ആദ്യ ജന്മത്തിലെ കഥ പറയുന്നു. ശേഷം നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ദേവലോകത്തെ അനാമദേവന്റെ സഹോദരി ദേവകുമാരി ആയിരുന്നു ആദ്യ ജന്മത്തിലെ ആധുനിക. ദേവന്മാരും അസുരന്മാരും ഒന്നിച്ച് പാലാഴി കടയുന്ന സമയം ദേവകുമാരി അവളുടെ അന്തപുരത്തിലിരിക്കുമ്പോഴാണ് അസുരകുലത്തിലെ പ്രതാപശാലിയായ മേഘബാലൻ അവിടേക്ക് വരുന്നത്. മേഘബാലനെ കണ്ടതും ദേവകുമാരിയുടെ തോഴിമാരെല്ലാം ഭയപ്പെട്ട് അവിടെ നിന്ന് ഓടി ഒളിക്കുന്നു.
എന്നാൽ ദേവകുമാരി മാത്രം അവനെ കണ്ട് തെല്ലും ഭയമില്ലാതെ അവിടെ തന്നെ നിൽക്കുന്നു. മേഘപാലനടുത്തെത്തി ദേവകുമാരിയുടെ നേരെ വാളോങ്ങിയതും അവൾ ആ വാള് തട്ടുമാറ്റി അവനെ കെട്ടിപ്പിടിക്കുന്നു. ആ സമയം തന്നെ മേഘപാലനും ഒരു പുഞ്ചിരിയോടെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിക്കുന്നു. ഒരു അസുരനായ എന്നെ പ്രണയിക്കാൻ നിനക്ക് ഭയമില്ലേ എന്ന് മേഘപാലൻ ചോദിക്കുമ്പോ ദേവനും അസുരന്മാരും മനുഷ്യരും എല്ലാം ഒരേ ദൈവത്തിന്റെ സൃഷ്ടികളല്ലേ എന്ന് ദേവകുമാരി തിരിച്ചു ചോദിക്കുന്നു. മാത്രമല്ല അങ്ങനെ രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ജീവനോടെ തന്നെ ഉണ്ടാകില്ലല്ലോ എന്ന് അവൾ അവനോട് ചോദിക്കുന്നു. കാരണം കുറച്ചു നാളുകൾക്ക് മുമ്പ് അനാമദേവൻ ഇല്ലാതിരുന്ന സമയത്താണ് കുറച്ച് അസുരന്മാർ ദേവലോകം ആക്രമിക്കാൻ വരുന്നത്. അന്ന് അവിടെയെല്ലാം തീയിട്ട് നശിപ്പിച്ച ശേഷം അസുരന്മാർ ദേവകുമാരിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. കൃത്യം ഈ സമയത്താണ് മേഘപാലൻ അവിടേക്ക് വന്ന് അവളെ അവരിൽ നിന്ന് രക്ഷിക്കുന്നത്. ഒരു അസുരനായിരുന്നിട്ട് കൂടി സ്വന്തം ആളുകളെ എതിർത്താണ് മേഘപാലൻ അവളുടെ ജീവൻ രക്ഷിച്ചത്. കഴിഞ്ഞതൊക്കെയും ഒരു സ്വപ്നമായി കണ്ടു മറന്നേക്കാൻ മേഘപാലൻ പറയുന്നെങ്കിലും തനിക്കൊരിക്കലും അങ്ങേ മറക്കാൻ കഴിയില്ലെന്ന് ദേവകുമാരി മറുപടി പറയുന്നു. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് മേഘപാലനും ദേവകുമാരിയും തങ്ങളുടെ പ്രണയം പങ്കുവയ്ക്കുന്ന സമയത്താണ് പാലാഴി കടഞ്ഞ് അമൃത സ്വന്തമാക്കി അനാമദേവൻ അവിടേക്ക് വരുന്നത്. അനാമദേവന്റെ കാലശ കേട്ടതും ദേവകുമാരി മേഘപാലനോട് അകത്തെവിടേക്കെങ്കിലും ഒളിച്ചിരിക്കാൻ ആവശ്യപ്പെടുന്നു. താൻ കാരണം ദേവകുമാരിക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് കരുതി മേഘപാലനും അവൾ പറഞ്ഞതനുസരിക്കുന്നു. അപ്പോഴേക്കും അനാമദേവൻ ദേവകുമാരിയുടെ അടുത്തെത്തിയിരുന്നു. പാലാഴി കടഞ്ഞ് അമൃത സ്വന്തമാക്കിയതും വിഷ്ണു മോഹിനി രൂപം പൂണ്ട് അമൃത അസുരന്മാരുടെ കൈകളിലെത്താതെ തടഞ്ഞതിനെ കുറിച്ചുമെല്ലാം വളരെ അഭിമാനത്തോടെയാണ് അനാമദേവൻ ദേവകുമാരിയോട് പറയുന്നത്. പക്ഷെ അപ്പോഴാണ് അടുത്തെവിടെ നിന്നോ ചൂടുചോരയുടെ ദുഷിച്ച ഗന്ധം അനാമദേവൻ അനുഭവപ്പെടുന്നത്. പവിത്രമായ ദേവലോകത്ത് അങ്ങനെ ഒരു ഗന്ധം വേണമെങ്കിൽ അതിന് കാരണം അസുരകുലത്തിൽ ആരോ ഇവിടെ അതിക്രമിച്ചു കയറിയതുകൊണ്ടാണെന്ന് അനാമദേവന് മനസ്സിലാവുന്നു. അങ്ങനെ ആരെങ്കിലും ഇവിടെ കടന്നു കയറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അനാമദേവൻ തന്റെ അനുചരന്മാരോട് ഉത്തരവിടുന്നു. ഇത് കേട്ടതും മേഘപാലൻ സ്വയമേ തന്നെ അനാമദേവന്റെ മുൻപിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. തന്റെ സഹോദരിയുടെ അന്തഃപുരത്തിൽ ഒരു അസുരൻ കടന്നു കയറിയതറിഞ്ഞ് അനാമദേവൻ അവനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു. മേഘപാലനും അനാമദേവനും പരസ്പരം പോരടിക്കുന്നത് കണ്ട് ദേവകുമാരി അവരെ തടയാൻ ശ്രമിക്കുന്നെങ്കിലും അവളെ തള്ളി മാറ്റി അവരിരുവരും പോരാട്ടം തുടരുന്നു. ഏറെ നേരം പോരാടിയിട്ടും അവരിൽ ഒരാൾക്ക് മറ്റേയാളെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല. നിനക്ക് മരണവും എനിക്ക് തോൽവിയില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ മത്സരം അവസാനിപ്പിക്കാമെന്ന് മേഘപാലൻ പറയുമ്പോൾ അനാമദേവനും അതിന് സമ്മതിക്കുന്നു. മാത്രമല്ല ഞാനും ദേവകുമാരിയും തമ്മിൽ പ്രണയത്തിലാണെന്നും വിദ്വേഷമെല്ലാം മറന്ന് അവളെ എനിക്ക് തരണമെന്ന് മേഘപാലൻ പറയുമ്പോൾ അനാമദേവൻ ആകെ അമ്പരന്ന് പോകുന്നു. ഞങ്ങളുടെ പ്രണയത്തെ ചേർത്തു വെക്കണമെന്ന് പറഞ്ഞ് ദേവകുമാരിയും തന്റെ സഹോദരനോട് അപേക്ഷിക്കുമ്പോൾ അവളുടെ കണ്ണുനീര് കണ്ടില്ലെന്ന് വെക്കാൻ മേഘപാലന് സാധിക്കുന്നില്ല. ഒരസുരനാണെങ്കിലും നീ ഒരു നല്ലവനാണെന്നും നിന്നെപ്പോലെ ഒരാൾക്ക് എന്റെ സഹോദരിയെ തരാൻ ഞാൻ ഒരുക്കമാണെന്നും പറഞ്ഞ് അനാമദേവൻ മേഘപാലനെ ആലിംഗനം ചെയ്യുന്നു. ശേഷം അനാമദേവൻ തന്റെ അനുചരന്റെ പേര് ഉറക്കെ വിളിക്കുമ്പോൾ കാര്യം മനസ്സിലായതുപോലെ അയാൾ തന്റെ കയ്യിലുള്ള കുന്തം മേഘപാലന്റെ ദേഹത്തേക്ക് എറിയുന്നു. അനാമദേവൻ ചതിച്ചതാണെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും ആ കുന്തം മേഘപാലന്റെയും ഒപ്പം നിന്ന് അനാമദേവന്റെ ശരീരം തുളച്ചു കയറിയിരുന്നു. പക്ഷെ അമൃതം കുടിച്ചതിനാൽ അനാമദേവന് മാത്രം കുഴപ്പമൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ മേഘപാലൻ മുറിവേറ്റ് താഴേക്ക് കുഴിഞ്ഞു വീഴുന്നത് കണ്ട് ദേവകുമാരി കണ്ണീരോടെ അവന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു. എത്ര ജന്മം എടുത്താലും ഞാൻ നിന്നിലേക്ക് തന്നെ വന്നു ചേരുവെന്ന് പറഞ്ഞിട്ടാണ് മേഘപാലൻ മരണപ്പെടുന്നത്. അതോടെ ദേവകുമാരി ആകെ തകർന്നു പോകുന്നു. തന്റെ പ്രാണനായവന് സ്വന്തം സഹോദരൻ തന്നെ ചതിച്ചു കൊന്നത് ദേവകുമാരിക്ക് ഒട്ടും താങ്ങാനാവുന്നില്ല. തന്റെ സഹോദരനുള്ള ശിക്ഷയായി സ്വയം വിഷം കുടിച്ച് മേഘപാലന്റെ ശരീരത്തിലേക്ക് തന്നെ ദേവകുമാരി മരിച്ചു വീഴുന്നു. അത് കണ്ടതോടെ ഏക സഹോദരിയെ തനിക്ക് നഷ്ടപ്പെടാൻ കാരണം മേഘപാലനാണല്ലോ എന്നോർത്ത് അനാമദേവന് അവനോടുള്ള പക വീണ്ടും കൂടുന്നു. അതിന് പ്രതികാരമായി എത്ര ജന്മം എടുത്താലും നിങ്ങൾ ഒരിക്കലും ഇണചേരില്ലെന്ന് അനാമദേവൻ അവരെ ശപിക്കുന്നു. വളരെ ഇമോഷണൽ ആയിട്ടാണ് ആധുനിക ആ കഥ പറഞ്ഞു നിർത്തുന്നതെങ്കിലും പുരാതന അതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. ഞാൻ പറഞ്ഞ കഥ കേട്ട് നിനക്ക് എന്തെങ്കിലും ഓർമ്മ വന്നോ എന്ന് ആധുനിക ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പുരാതൻ മറുപടി പറയുന്നു. പക്ഷെ ആധുനിക തന്നോട് ഇല്ലാക്കഥ പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിച്ചതാണെന്ന് കരുതി തിരിച്ച് അവൾക്കിട്ട് ഒരു മണി കൊടുക്കാൻ പുരാതൻ തീരുമാനിക്കുന്നു. അതിനുവേണ്ടി നീ ഈ കഥ പറഞ്ഞപ്പോ എനിക്ക് നമ്മുടെ മറ്റൊരു ജന്മത്തിലെ കഥ ഓർമ്മ വന്നെന്ന് പുരാതൻ അവളോട് കള്ളം പറയുന്നു. ശേഷം പുരാതൻ അവളെ പറ്റിക്കാനായി ഒരു കള്ളക്കഥ പറഞ്ഞു തുടങ്ങുന്നു. ആധുനികയുടെ സ്റ്റോറിയിൽ തന്നെ ഒരു അസുരനാക്കിയതിന്റെ ദേഷ്യത്തിന് തന്റെ കഥയിൽ പുരാതൻ അവളെ ഒരു ഭിക്ഷക്കാരിയാക്കുന്നു. പോർച്ചുഗലിൽ നിന്ന് ഇന്ത്യയിലേക്ക് വാസ്കോഡ ഗാമയോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന പുരാതൻ ഒരു ഭിക്ഷക്കാരിയായ ആധുനികയ്ക്ക് അവരുടെ കപ്പലിൽ അഭയം കൊടുത്തതായിരുന്നു പുരാതൻ പറഞ്ഞ കഥ. പുരാതൻ തങ്ങളുടെ പൂർവ്വജന്മ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞപ്പോ വളരെ എക്സൈറ്റ്മെന്റോടെയാണ് കഥ കേട്ടു തുടങ്ങിയതെങ്കിലും പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അവൻ പറ്റിച്ചതാണെന്ന് ആധുനികയ്ക്ക് മനസ്സിലാവുന്നു.
താൻ പറഞ്ഞു ഒന്നും വിശ്വസിക്കാത്തതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഒരു കള്ളക്കഥ പറഞ്ഞതെന്നോർത്ത് അവൾക്ക് ഒരുപാട് വിഷമം തോന്നുന്നു. ശേഷം ആധുനിക അവനെ തന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇത്തവണ കഥ ഞാൻ പറഞ്ഞു തരില്ലെന്നും നീ തന്നെ വായിച്ചാൽ മതിയെന്നും പറഞ്ഞ് ആധുനിക തന്റെ ടാബ് പുരാതന നേരെ നീട്ടുന്നു. ആ ടാബിൽ തന്റെ അതേ മുഖഛായയുള്ള എരുമ ഗുസ്തിക്കാരനായ ഒരു യുവാവിന്റെ ചിത്രം കണ്ടതും ഫ്ലാഷ് ബാക്കിലെ എന്തൊക്കെയോ ചിത്രങ്ങൾ പുരാതന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നു. ശേഷം നമ്മളെയും ആ ഫ്ലാഷ് ബാക്ക് കാണിച്ചു തരുന്നു. പിന്നീട് ഒരു നൂറ്റാണ്ടിന് മുമ്പുള്ള കർണാടകയിലെ ഒരു ചെറിയ ഗ്രാമമാണ് കാണിക്കുന്നത്. ആ നാട്ടിലെ ഗ്രാമവൈദ്യന്റെ ഒറ്റമകൾ മംഗളയായിട്ടായിരുന്നു ആധുനികയുടെ 2ാം ജന്മം. ഒരു ദിവസം കടയിൽ എണ്ണ വാങ്ങാൻ പോകും വഴിയാണ് 2 പെൺകുട്ടികൾ വഴിയിലൂടെ ചെന്നൈയ രാജ എന്ന ഒരു എരുമസവാരിക്കാരനെ കുറിച്ച് പറയുന്നത് മംഗള കേൾക്കുന്നത്. ചെന്നൈ രാജ ഈ നാട്ടിൽ പുതിയതാണെങ്കിലും തലേന്നത്തെ മത്സരത്തിൽ അവനാണ് ജയിച്ചതെന്ന് അതിലൊരു പെൺകുട്ടി മറ്റേ ആളോട് പറയുന്നു. സംസാരത്തിനിടെ ചെന്നൈ രാജയെക്കുറിച്ചുള്ള ആളുകളുടെ വിശേഷണങ്ങളെക്കുറിച്ചൊക്കെ ആ പെൺകുട്ടികൾ വാദോരാതെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ മംഗളയുടെ ഉള്ളിലും അത് ആരാണെന്നറിയാൻ ഒരു കൗതുകം തോന്നുന്നു. പക്ഷെ ഇത്തരം മത്സരങ്ങളൊന്നും സ്ത്രീകൾക്ക് കാണാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. മംഗള എണ്ണ വാങ്ങിക്കാൻ കടയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ സംസാര വിഷയം ചെന്നൈ രാജയായിരുന്നു. ചെന്നൈ രാജയുടെ എരുമസവാരി നേരിൽ കണ്ടയാൾ കടക്കാരനോട് അതിനെക്കുറിച്ച് പറയുന്നത് കേട്ട് അവരെ ഒന്ന് നേരിട്ട് കാണാൻ മംഗളയ്ക്ക് ആഗ്രഹം തോന്നുന്നു. മറുഭാഗത്ത് മംഗളയുടെ വീടിന് എതിർക്കരയിലെ ഗ്രാമത്തിൽ പുതിയതായിട്ട് താമസത്തിന് വന്നിരിക്കുന്ന ചെന്നൈ രാജ എന്ന ശ്രീനിവാസനെയും കുടുംബത്തെയും കാണിക്കുന്നു. എരുമ സവാരി ജയിച്ചതിനു ശേഷം നാട്ടുകാരെല്ലാം അവന്റെ എരുമകളുടെ പേരായ ചെന്നൈ എന്ന് രാജ എന്ന് ചേർത്ത് വിളിച്ചാണ് അവന് ചെന്നൈ രാജ എന്ന പേര് വീണത്. ഇങ്ങനെയാണെങ്കിൽ കുറച്ചു കഴിയുമ്പോൾ ആളുകൾ ശ്രീനിവാസൻ എന്ന നിന്റെ യഥാർത്ഥ പേര് തന്നെ മറന്നു പോകുമല്ലോ എന്ന് അമ്മ അവനോട് പരാതി പറയുന്നു. ഇത് കേട്ടതും നാട്ടുകാർ എന്നെ ചെന്നൈ രാജ എന്ന് വിളിക്കുന്നത് എനിക്കുള്ള അംഗീകാരമല്ലേ എന്ന് ശ്രീനിവാസൻ അമ്മയോട് തിരിച്ചു ചോദിക്കുന്നു. നെക്സ്റ്റ് സീനിൽ ഭാസ്കരൻ എന്ന പാൽക്കാരൻ മംഗളയുടെ വീട്ടിൽ പാല് കൊടുക്കാൻ വരുന്നതാണ് കാണിക്കുന്നത്. പാല് വാങ്ങിയ ശേഷം മംഗളയുടെ അമ്മ ഭാസ്കരനെ കുറിച്ച് എന്തോ സംസാരിക്കുമ്പോഴാണ് മംഗളയുടേതുൾപ്പെടെ അടുത്തുള്ള 4 ചെറുഗ്രാമങ്ങളിലും പാല് കൊടുക്കുന്നത് ഭാസ്കരനാണെന്ന് മംഗളയ്ക്ക് മനസ്സിലാകുന്നത്. ഇത് കേട്ടതും മംഗളയുടനെ പുറത്തേക്ക് കൂടി ഭാസ്കരനെ പിന്നീന്ന് വിളിക്കുന്നു. ചേട്ടൻ ഇവിടെ അടുത്തുള്ള ഗ്രാമത്തിൽ എവിടെങ്കിലും ചെന്നൈ രാജ എന്നൊരാളെ പരിചയമുണ്ടോ എന്ന് മംഗള ഭാസ്കരനോട് ചോദിക്കുന്നു. അവനെ തനിക്ക് അറിയാവുന്നും അവന്റെ വീട്ടിൽ ഞാനാണ് പാല് കൊടുക്കുന്നതെന്നും ഭാസ്കരൻ പറയുമ്പോൾ മംഗളയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. ആളുകളിൽ നിന്നൊക്കെ ചെന്നൈ രാജ എന്ന വീരനെ കുറിച്ച് കേട്ട് തനിക്കും അവനെ കാണാൻ ആഗ്രഹമുണ്ടെന്നും അതിനെന്തെങ്കിലും സഹായം ചെയ്യണമെന്നും അവൾ ഭാസ്കരനോട് പറയുന്നു. ആദ്യം അവൻ എതിര് പറയുന്നെങ്കിലും മംഗളയുടെ ആഗ്രഹം കാണുമ്പോൾ ചെന്നൈയോട് ചോദിച്ചിട്ട് മറുപടി പറയാമെന്ന് ഭാസ്കരൻ അവളോട് പറയുന്നു. മംഗളയോട് സംസാരിച്ച ശേഷം ഭാസ്കരൻ നേരെ ശ്രീനിവാസന്റെ അടുത്തേക്കാണ് പോകുന്നത്. മംഗളയുടെ പേര് പറയാതെ എന്റെ നാട്ടിലുള്ള നിന്റെ ഒരു ആരാധകയ്ക്ക് നിന്നെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ടെന്ന് ഭാസ്കരൻ അവനോട് പറയുന്നു. എന്നോടുള്ള ആരാധനയ്ക്ക് നന്ദിയുണ്ടെന്നും തൽക്കാലം ഇപ്പോ നേരെ കാണാൻ സാധിക്കില്ലെന്നും പറഞ്ഞേക്കാൻ ശ്രീനിവാസൻ ഭാസ്കരനോട് പറയുന്നു. പക്ഷെ ശ്രീനിവാസൻ പറയുന്ന വാചകങ്ങൾ അതേപടി കാണാതെ പറയാൻ ഭാസ്കരന് സാധിക്കുമായിരുന്നില്ല. അങ്ങനെയെങ്കിൽ അക്കാര്യം ഞാൻ എഴുതി തരാമെന്നും അത് അവൾക്ക് കൊടുത്താൽ മതിയെന്നും ശ്രീനിവാസൻ അവനോട് പറയുന്നു. ശേഷം ശ്രീനിവാസൻ മംഗളയോട് പറയാനുള്ള വാചകം ഒരു പേപ്പറിൽ എഴുതി ഭാസ്കരനെ ഏൽപ്പിക്കുന്നു. അന്നത്തെ കാലത്ത് സ്ത്രീകളിൽ രാജകുടുംബത്തിൽപ്പെട്ടവർക്കും ദേവദാസികൾക്കും മാത്രമാണ് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വൈദ്യയുടെ മകളായ മംഗളയ്ക്ക് എഴുത്തും വായനയും അറിയില്ലെന്ന് കരുതി ശ്രീനിവാസൻ എഴുതിയ കത്ത് ഭാസ്കരൻ അവളെ ഏൽപ്പിക്കാതെ ഒഴിഞ്ഞു മാറുന്നു. മാത്രമല്ല ഭാസ്കരനും വായിക്കാൻ അറിയാത്തതുകൊണ്ട് അതിനുള്ളിൽ എന്താണെന്ന് അവൾക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കുന്നില്ല. അങ്ങനെ ഓരോ തവണയും ഭാസ്കരൻ ഒഴിഞ്ഞു മാറുന്നത് കണ്ട് ഒരു ദിവസം അവൻ വരുന്ന വഴിക്ക് കുറുകെ ഒരു കയറ് കെട്ടി മംഗളെ അവനെ വീഴ്ത്തുന്നു. ശേഷം ഒന്നും അറിയാത്ത പോലെ ചെന്നൈ രാജ എന്തു പറഞ്ഞെന്ന് അവള് ഭാസ്കരനോട് തിരക്കുന്നു. ഇത് കേട്ടതും മടിച്ചാണെങ്കിലും ശ്രീനിവാസൻ തന്ന കത്ത് ഭാസ്കരൻ പുറത്തെടുക്കുമ്പോൾ മംഗള ഇത് കൊതിയോടെ തട്ടിപ്പറിച്ചു വായിക്കുന്നു. മംഗളയ്ക്ക് എഴുത്തും വായനയും അറിയാമെന്ന് മനസ്സിലായതും ഇതറിഞ്ഞിരുന്ന് ഞാൻ ഈ കത്ത് നേരത്തെ തന്നെ തന്നേനല്ലോ എന്ന് ഭാസ്കരൻ അവളോട് പറയുന്നു. ശ്രീനിവാസന്റെ കത്ത് വായിച്ചതും ഞാൻ ഇതിന് ഇപ്പൊ തന്നെ മറുപടി എഴുതി തരാമെന്ന് മംഗള അവനോട് പറയുന്നു. പക്ഷെ കത്തിലെവിടെയും നിന്റെ യഥാർത്ഥ പേര് എഴുതരുതെന്നും കാരണം അഥവാ ഇത് മറ്റാരുടെയെങ്കിലും കൈ കിട്ടിയാ നിനക്ക് തന്നെ പണി കിട്ടുമെന്നും ഭാസ്കരൻ അവളോട് പറയുന്നു. അവൻ പറഞ്ഞത് ശരിയാണെന്ന് അറിയാവുന്നതുകൊണ്ട് യഥാർത്ഥ പേരിന് പകരം തുളസി എന്ന പേരിലാണ് മംഗള ചെന്നൈ രാജയ്ക്ക് കത്ത് എഴുതുന്നത്. ശേഷം അവൾ ആ കത്ത് ഭാസ്കരനെ ഏൽപ്പിക്കുന്നു. മറുഭാഗത്ത് ശ്രീനിവാസന്റെ അച്ഛനും അമ്മയും അവന് പെണ്ണാലോചിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ബ്രോക്കർ കൊണ്ടുവന്ന ഒരു ആലോചനയെ കുറിച്ച് അവരവനോട് സംസാരിക്കുമ്പോൾ എഴുത്തും വായനയും അറിയുന്ന ഒരു പെണ്ണിനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂവെന്ന് ശ്രീനിവാസൻ മറുപടി പറയുന്നു. കൃത്യം ഈ സമയത്താണ് മംഗളെ ഏൽപ്പിച്ച കത്തും കൊണ്ട് ഭാസ്കരൻ അവിടേക്ക് വരുന്നത്. ശ്രീനിവാസന്റെ മാതാപിതാക്കൾക്ക് സംശയം തോന്നാത്ത വിധം ഭാസ്കരൻ അവനെയും കൊണ്ട് അല്പം മാറി നിൽക്കുന്നു. അന്ന് നീ നിന്റെ ആരാധനയ്ക്ക് വേണ്ടി എഴുതിയ കത്തിന് മറുപടിയായി അവൾ ഒരു കത്ത് തന്നിട്ടുണ്ടെന്ന് ഭാസ്കരൻ പറയുമ്പോൾ ശ്രീനിവാസൻ അല്പം ആശ്ചര്യം തോന്നുന്നു.
എഴുത്തും വായനയും അറിയാൻ അവൾ രാജകുടുംബത്തിലേതോ അതോ ദേവദാസിയോ ആണോ എന്ന് ശ്രീനിവാസൻ ചോദിക്കുമ്പോൾ അവൾ ഒരു സാധാരണ കുടുംബത്തിലെയാണെന്ന് ഭാസ്കരൻ മറുപടി പറയുന്നു. മംഗള എഴുതിയ കത്ത് വായിച്ച ശേഷം ശ്രീനിവാസൻ വീണ്ടും അവൾക്ക് കൊടുക്കാനായി ഒരു കത്ത് എഴുതി ഭാസ്കരനെ ഏൽപ്പിക്കുന്നു. ഒരു സാധാരണക്കാരിയായ നീ എങ്ങനെയാണ് എഴുത്തും വായനയും പഠിച്ചതെന്നായിരുന്നു ശ്രീനിവാസൻ ആ കത്തിൽ എഴുതിയിരുന്നത്. ചെറുപ്പത്തിൽ ആരും അറിയാതെ ഒരു ദേവദാസിയാണ് എന്നെ പഠിപ്പിച്ചതെന്ന് മംഗള മറുപടി കത്തിൽ എഴുതി അയക്കുന്നു. അങ്ങനെ ഭാസ്കരൻ മുഖേന അവർ പിന്നീട് കത്തുകൾ കൈമാറുകയും കത്തുകളിലൂടെ പരസ്പരം അറിയുകയും കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു. കാലക്രമേണ കത്തുകളിലൂടെ പ്രണയിക്കാൻ തുടങ്ങിയെങ്കിലും ഇരുവരും അത് തുറന്നു പറയുന്നില്ല. ഇതിനിടയിൽ തികച്ചും യാദൃശികമായി മംഗളയും ശ്രീനിവാസനും അമ്പലത്തിലെ ഉത്സവത്തിൽ വെച്ച് പരസ്പരം കാണുന്നെങ്കിലും അവരിരുവരും തിരിച്ചറിയുന്നില്ല. മാത്രമല്ല കത്തുകളിലൂടെ അവർ നേരിട്ട് കാണാമെന്ന് തീരുമാനിച്ചെങ്കിലും പലവിധ കാരണങ്ങൾ കൊണ്ട് ശ്രീനിവാസൻ അവിടേക്ക് പോകാൻ കഴിയുന്നില്ല. അന്നത്തെ ദിവസം ശ്രീനിവാസനെ കാത്തിരുന്ന് ആകെ നിരാശയായിട്ടാണ് മംഗള വീട്ടിലേക്ക് പോകുന്നത്. മംഗളയുടെ വിഷമം മനസ്സിലായതും അടുത്ത തവണത്തെ മത്സരത്തിന് ശേഷം ഞാൻ ഉറപ്പായും നിന്നെ വന്ന് കാണുമെന്ന് ശ്രീനിവാസൻ അവൾക്ക് ഉറപ്പ് നൽകുന്നു. നെക്സ്റ്റ് സീനിൽ എരുമയോട്ട മത്സരത്തിന് ഫൈനലാണ് കാണിക്കുന്നത്. 5 വർഷങ്ങളായി ആ നാട്ടിലെ വിജയിയായിരുന്ന ഐത്തപ്പയെ തോൽപ്പിച്ചുകൊണ്ട് ഇത്തവണ ശ്രീനിവാസയാണ് ജയിക്കുന്നത്. മത്സരത്തിന് പിറ്റേ ദിവസം മംഗളെ കാണാൻ ചെല്ലാമെന്ന് പറഞ്ഞതനുസരിച്ച് ഏറെ സന്തോഷത്തോടെയാണ് ശ്രീനിവാസൻ കടക്കരയിലേക്ക് പുറപ്പെടുന്നത്. പക്ഷെ പോകുന്ന വഴി ഐത്തപ്പയും കൂട്ടുകാരും ശ്രീനിവാസനെ തടഞ്ഞു നിർത്തി ആക്രമിക്കുന്നു. മത്സരത്തിൽ തോറ്റതിന്റെ ദേഷ്യത്തിന് ഐത്തപ്പയും കൂട്ടുകാരും ശ്രീനിവാസനെ ഒരുപാട് ഉപദ്രവിക്കുന്നെങ്കിലും കാട്ടെരുമകളെ മെരുക്കി ശീലിച്ചിട്ടുള്ള അവന്റെ തിരിച്ചാക്രമണത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാനാവുന്നില്ല. ഒടുവിൽ ഐത്തപ്പയും കൂട്ടുകാരെയും തല്ലി തോൽപ്പിച്ച ശേഷം മംഗള തന്നെ കാണാതെ തിരികെ പോയി കാണുമെന്ന് കരുതി ശ്രീനിവാസൻ സ്വന്തം വീട്ടിലേക്ക് തന്നെ പോകുന്നു. മറുഭാഗത്ത് കടക്കരയിൽ ശ്രീനിവാസനെ കാത്തിരുന്ന മംഗളയാവട്ടെ ഇരുട്ട് വീഴും വരെ അവിടെ അവനു വേണ്ടി കാത്തിരിക്കുന്നു. ഒടുവിൽ ഏറെ വേദനയോടെയാണ് അവൾ വീട്ടിലേക്ക് മടങ്ങി പോകുന്നത്. മറുഭാഗത്ത് വീട്ടിൽ ക്ഷീണം കാരണം ഉറങ്ങിയായിരുന്ന ശ്രീനിവാസന്റെ അടുത്തേക്ക് ഭാസ്കർ വരുന്നത് കാണിക്കുന്നു. ഇത്തവണയും വരാന്ന് പറഞ്ഞ് മംഗളെ പറ്റിച്ചതിന്റെ പേരിൽ ഭാസ്കരൻ അവനെ ഒരുപാട് വഴക്കു പറയുന്നു. തന്നെ കാണാതെ മംഗളെ ഒരുപാട് വിഷമിച്ചെന്നറിഞ്ഞതും ശ്രീനിവാസന് കുറ്റബോധം തോന്നുന്നു. എന്തു തന്നെ സംഭവിച്ചാലും നാളെ അതേ സമയം അതേ സ്ഥലത്ത് വെച്ച് കാണാമെന്ന് പറയാൻ ശ്രീനിവാസൻ ഭാസ്കരനോട് പറയുന്നു. പിറ്റേ ദിവസം രാവിലെ ജോലിക്കാരന്റെ വിളി കേട്ടാണ് ശ്രീനിവാസൻ ഉറക്കം എണീക്കുന്നത്. ചെന്നൈക്ക് എന്തോ അപകടം സംഭവിച്ചെന്നും വേഗം വരാനും ജോലിക്കാരൻ പറയുമ്പോ ശ്രീനിവാസൻ വെപ്രാളത്തോടെ അവിടെ കൂടി ചെല്ലുന്നു. അവിടെ ചെന്നതും ആ സാധു പ്രാണി അന്ധവിശ്വാസം വലിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ആകുലതയോടെ എന്തു പറ്റിയെന്ന് ശ്രീനിവാസൻ തിരക്കുമ്പോഴേക്കും ആ ജീവൻ പോയി കഴിഞ്ഞിരുന്നു. തന്റെ പ്രിയപ്പെട്ട എരുമയുടെ വിയോഗത്തിൽ ശ്രീനിവാസനാകട്ടെ ആകെ തകർന്നു പോകുന്നു. ചെന്നൈയെ അടക്കിയ കുഴിയിലേക്ക് അവസാനത്തെ മണ്ണിടുമ്പോഴേക്കും ഇനി ഒരിക്കലും എരുമ സവാരിക്ക് പങ്കെടുക്കില്ലെന്ന് ശ്രീനിവാസൻ പ്രതിജ്ഞ ചെയ്യുന്നു. മറുഭാഗത്ത് മംഗളയാട്ടെ ഭാസ്കരന് പകരം മറ്റൊരാൾ പാലുകൊണ്ട് വന്നിരിക്കുന്നത് കണ്ട് ഭാസ്കരേട്ടൻ എവിടെയാണെന്ന് അയാളോട് ചോദിക്കുന്നു. മാടുകൾക്ക് അസുഖമായതുകൊണ്ട് കുറച്ചു ദിവസത്തേക്ക് ഭാസ്കരേട്ടന് വരെ ഞാനായിരിക്കും വരുന്നതെന്ന് ആ പാൽക്കാരൻ മറുപടി പറയുമ്പോ മംഗളയ്ക്കാകെ വിഷമം തോന്നുന്നു. മറുഭാഗത്ത് ചെന്നൈ മരിച്ച വിഷമത്തിൽ ആകെ തകർന്നുപോയ ശ്രീനിവാസനെ കാണിക്കുന്നു. എരുമസവാരിയെക്കുറിച്ചുള്ള ആളുകളുടെ ചോദ്യവും പറച്ചിലും എല്ലാം അവനെ കൂടുതൽ അസ്വസ്ഥനാക്കുന്നു. ഒടുവിൽ മനസമാധാനത്തിനായി അവൻ പുതിയ കള്ളുകൂടി ശീലവും തുടങ്ങുന്നു. എന്നാൽ മറുഭാഗത്ത് മംഗളയാവട്ടെ ശ്രീനിവാസനെ കുറിച്ച് യാതൊരു വിവരവും അറിയാത്തതുകൊണ്ട് നേരെ ഭാസ്കരന്റെ അടുത്തേക്ക് പോകുന്നു. അവള് ശ്രീനിവാസനെ കുറിച്ച് ആദ്യോടെ തിരക്കുമ്പോൾ അവന് 4 ദിവസം കഴിഞ്ഞൊരു മത്സരം ഉണ്ടെന്നും അതിന്റെ തിരക്കായതുകൊണ്ടാണ് കത്തൊന്നും തരാത്തതെന്നും ഭാസ്കരൻ കള്ളം പറയുന്നു. സത്യത്തിൽ കുറച്ചു ദിവസങ്ങളായിട്ട് ഭാസ്കരൻ അവിടേക്ക് പോയിരുന്നില്ല. പക്ഷെ അത് പറഞ്ഞ ഇപ്പൊ തന്നെ ശ്രീനിവാസന്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞ് മംഗളം നിർബന്ധം പിടിക്കുമെന്ന് കരുതിയാണ് ഭാസ്കരൻ അങ്ങനെ കള്ളം പറയുന്നത്. പക്ഷെ മംഗളെ അത് വിശ്വസിക്കാൻ കൂട്ടാക്കാതെ ശ്രീനിവാസൻ എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണുമെന്നും നമുക്ക് അവിടെ വരെ പോയെന്ന് അന്വേഷിക്കാമെന്നും പറയുമ്പോ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞ് ഭാസ്കരൻ തന്റെ കുലദൈവമായ നാഗരാജനെ കൊണ്ട് കള്ളസത്യം ചെയ്യുന്നു. ഈ സമയം തങ്ങളുടെ കൺമുന്നിൽ തന്നെ സ്വന്തം മകനിങ്ങനെ നശിക്കുന്നത് കണ്ട് ശ്രീനിവാസന്റെ മാതാപിതാക്കൾക്ക് ഒരുപാട് വേദന തോന്നുന്നു. ചെന്നൈയുടെ എരുമസവാരിയുടെ ഓർമ്മകളുള്ള ഈ നാട്ടിൽ നിന്ന് നമുക്ക് മറ്റെവിടേക്കെങ്കിലും പോകാമെന്ന് അവനവനോട് പറയുന്നു. അത് ശരിയാണെന്ന് ശ്രീനിവാസനും തോന്നിയിരുന്നു. അങ്ങനെ ചെന്നൈയുടെ ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാനായി എല്ലാം ഉപേക്ഷിച്ച് അവർ ശ്രീനിവാസന്റെ മുത്തശ്ശന്റെ നാട്ടിലേക്ക് പോകുന്നു. പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ശ്രീനിവാസനെ കുറിച്ച് യാതൊരു വിവരവും അറിയാതെ മംഗളക്ക് ഒരുപാട് വേദന തോന്നുന്നു. ഈ സമയം മംഗളക്ക് വീട്ടിൽ കല്യാണാലോചനയും തുടങ്ങിയിരുന്നു. ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഭാസ്കരനെ കാണാത്തതുകൊണ്ട് അവൾ നേരെ ഭാസ്കരൻ മാടുകളെ കെട്ടുന്നിടത്തേക്ക് പോകുന്നു. വീട്ടിൽ എന്റെ കല്യാണം ഉറപ്പിച്ചെന്നും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഈ കത്തിന് മറുപടി കിട്ടിയില്ലെങ്കിൽ എന്നെ ഇനി ജീവനോടെ കാണില്ലെന്നും പറഞ്ഞ് ഒരു കത്ത് മംഗള ഭാസ്കരനെ ഏൽപ്പിക്കുന്നു.
എന്നാൽ ഇത് കേട്ടതും ഭാസ്കരൻ അവളെ വഴക്കു പറയുന്നു. എന്തായാലും നീ ഇപ്പൊ സമാധാനത്തോടെ വീട്ടിലോട്ട് പോകാനും ഞാൻ അവനെ കണ്ട് മറുപടിയായിട്ട് വരാമെന്നും പറഞ്ഞ് ഭാസ്കരൻ അവളെ പറഞ്ഞു വിടുന്നു. ശേഷം തന്നെ ഒഴിവുകഴിവുകളൊന്നും നോക്കാതെ ഭാസ്കരൻ നേരെ ശ്രീനിവാസിന്റെ വീട്ടിലേക്ക് പോകുന്നു. പക്ഷെ അവിടെ ചെന്നതും വീട് പൂട്ടിക്കിടക്കുന്നത് കണ്ട് അടുത്തുള്ള ഒരാളോട് ചോദിക്കുമ്പോൾ അവർ കുറച്ചു ദിവസം മുന്നേ ഇവിടുന്ന് സ്ഥലം മാറിപ്പോയെന്ന് അയാൾ മറുപടി പറയുന്നു. ഇത് കേട്ടതും ഇക്കാര്യം മംഗളെ അറിയിക്കാമെന്ന് കരുതി ഭാസ്കരൻ കടവിൽ തോണിക്കായി കാത്തു നിൽക്കുന്നു. മറുഭാഗത്ത് മംഗള ആകുലതയോടെ ഭാസ്കരനെ കാത്തിരിക്കുമ്പോഴാണ് ആരൊക്കെയോ ചേർന്ന് പാമ്പുകടിയേറ്റ ഒരാളെ അവിടേക്ക് കൊണ്ടുവരുന്നത്. വൈദ്യർ അവിടെ ഇല്ലാത്തതുകൊണ്ട് മംഗളയും അമ്മയും കൂടെ മുറ്റത്തേക്ക് വരുമ്പോഴാണ് കടിയേറ്റത് ഭാസ്കരനാണെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. ഭാസ്കരന്റെ കയ്യിൽ അപ്പോഴും ചുരുട്ടി പിടിച്ചിരുന്ന താൻ കൊടുത്ത കത്ത് കണ്ടതും അവൻ ശ്രീനിവാസനെ കണ്ടിട്ടില്ലെന്ന് മംഗളയ്ക്ക് മനസ്സിലാകുന്നു. വൈദ്യരില്ലാത്തതുകൊണ്ട് ഭാസ്കരന്റെ ജീവൻ രക്ഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഭാസ്കരൻ കൂടെ പോയതോടെ മംഗള നേരിട്ട് പലരോടും ചെന്നൈ രാജയെക്കുറിച്ച് അന്വേഷിക്കുന്നു. ആദ്യം അവള് ചോദിക്കുന്നത് ആദ്യമായി വഴി വെച്ച് അവനെക്കുറിച്ച് സംസാരിച്ച പെൺകുട്ടികളോടായിരുന്നു. പക്ഷെ എരുമസവാരിയെ സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലാത്തതുകൊണ്ട് അവരാരും ചെന്നൈയെ നേരിട്ട് കണ്ടിരുന്നില്ല. അങ്ങനെ പലരോടും അന്വേഷിക്കുന്ന കൂട്ടത്തിലാണ് അവന്റെ എരുമ ചത്തുപോയ കാര്യവും അതിന്റെ വിഷമത്തിൽ അവർ ഈ നാട് വിട്ടു പോയ കാര്യവും ഒരാൾ മംഗളയോട് പറയുന്നത്. പക്ഷെ എവിടേക്കാണ് അവര് പോയതെന്ന് ആർക്കും അറിയുമായിരുന്നില്ല. അങ്ങനെ എല്ലാം കൊണ്ട് മനസ്സ് തകർന്നാണ് മംഗള വീട്ടിലേക്ക് വരുന്നത്. ഒടുവിൽ ധൈര്യം സംഭരിച്ച് താൻ ഒരാളെ പ്രണയിക്കുന്നുണ്ടെന്ന് മംഗള അവളുടെ മാതാപിതാക്കളോട് പറയുന്നു. പക്ഷെ ഇത് കേട്ടതും വളർത്തുദോഷത്തിന് ഭാര്യയോട് ദേഷ്യപ്പെട്ട് മംഗളയുടെ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു. ഇത് കണ്ടതും മംഗളയുടെ അമ്മയും അവളോടുള്ള ദേഷ്യത്തിന് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നു. പക്ഷെ മംഗളയുണ്ണെ അമ്മയുടെ പിറകെ ചെന്ന് അമ്മയെ അതിൽ നിന്ന് തടയുന്നു. ഒടുവിൽ മാതാപിതാക്കൾക്ക് വേണ്ടി അവൾ ആ വിവാഹത്തിന് സമ്മതിക്കുന്നു. പാതി വെന്ത മനസ്സോടെയാണ് മംഗള ആ കല്യാണത്തിന് നിന്നു കൊടുക്കുന്നത്. താലി കെട്ടിയ ശേഷമാണ് തന്റെ മുന്നിൽ നിൽക്കുന്നയാളെ മംഗള മുഖം ഉയർത്തി നോക്കുന്നത്. ഈ സമയം തികഞ്ഞ ഇഷ്ടക്കേടോടെ മംഗളയെ താലി കെട്ടിയ ശ്രീനിവാസനെ നമുക്ക് കാണിച്ചു തരുന്നു. ആദ്യരാത്രി മുറിക്കകത്തേക്ക് കയറിയ മംഗള കാണുന്നത് നിലത്തൊരു പായ വിരിച്ചുറങ്ങുന്ന ശ്രീനിവാസനെയായിരുന്നു. അത് കണ്ടതും അവൾ ഒരു അക്ഷരം മിണ്ടാതെ കട്ടിലിൽ കയറി കിടക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയെങ്കിലും ശ്രീനിവാസനും മംഗളയും തീർത്തും അപരിചിതരെ പോലെയാണ് ആ വീടിനുള്ളിൽ കഴിയുന്നത്. പക്ഷെ ശ്രീനിവാസന്റെ മാതാപിതാക്കളാകട്ടെ മകളെക്കാൾ സ്നേഹത്തോടെയാണ് അവളോട് പെരുമാറിയിരുന്നത്. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞ സമയത്താണ് നാട്ടിലെങ്ങും ഒരു പകർച്ചവ്യാധി പടരുന്നത്. കടത്തീരത്തുള്ളവരാണ് കൂടുതൽ ബാധിക്കപ്പെട്ടതെന്നും അവരെ സഹായിക്കാൻ നീ കൂടെ വരണമെന്നും പറഞ്ഞ് ഗ്രാമത്തലവൻ ശ്രീനിവാസനെ അവിടേക്ക് വിളിപ്പിക്കുന്നു. എന്നാൽ ഇതറിഞ്ഞതും അവിടേക്ക് പോയ ശ്രീനിവാസന് എന്തെങ്കിലും അസുഖം പിടിക്കുമെന്നോർത്ത് മാതാപിതാക്കൾ അവനെ തടയുന്നു. പക്ഷെ ശ്രീനിവാസൻ അത് കേൾക്കാൻ കൂട്ടാക്കാതെ അപ്പോ തന്നെ അവിടേക്ക് പോകാൻ ഒരുങ്ങുന്നു. ശ്രീനിവാസൻ പോകാൻ ഇറങ്ങുന്നത് കണ്ട് മംഗളയോട് കൂടി പറഞ്ഞിട്ട് പോകാൻ അച്ഛൻ അവനോട് പറയുന്നു. അത് കേട്ട് ശ്രീനിവാസ ഉള്ളിലേക്ക് കയറിയതും തുളസിത്തറയ്ക്ക് മുമ്പിൽ പ്രദക്ഷിണം വെക്കുന്ന മംഗളയാണ് കാണുന്നത്. മുന്നിലെ തുളസിച്ചെടി കണ്ടതും അവൻ പെട്ടെന്ന് എന്തോ ഓർത്തുപോലെ മുഖം വെട്ടിക്കുന്നു. ശേഷം മംഗളയോട് തിടുക്കത്തിൽ കാര്യം പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങുന്നു. വ്യാധി ഇവിടേക്കും പടരാൻ സാധ്യത ഉണ്ടെന്നും അതുകൊണ്ട് ഇതെല്ലാം മാറുന്നത് വരെ നിങ്ങൾ എല്ലാവരും നമ്മുടെ പഴയ വീട്ടിലേക്ക് പോകണമെന്നും അച്ഛനോട് പറഞ്ഞിട്ടാണ് ശ്രീനിവാസ കടൽക്കരയിലേക്ക് പോകുന്നത്. ശ്രീനിവാസ പറഞ്ഞിട്ട് പോയ പോലെ അവന്റെ മാതാപിതാക്കൾ മംഗളയും കൊണ്ട് അവരുടെ പഴയ വീട്ടിലേക്ക് താമസം മാറുന്നു. മറുഭാഗത്ത് കടൽക്കരയാണ് കാണിക്കുന്നത്. പകർച്ചവ്യാധി പിടിപെട്ട് ഒരുപാട് ആളുകൾ മരണപ്പെടുന്നു. അവിടെയെല്ലാം മൃതശരീരങ്ങൾ കടൽക്കരയിൽ തന്നെയാണ് അടക്കം ചെയ്യുന്നത്. രോഗികൾക്കെല്ലാം സഹായമായി ശ്രീനിവാസ ഉൾപ്പെടെ കുറച്ച് ചെറുപ്പക്കാരാണ് ഓടി നടന്ന് ജോലി ചെയ്യുന്നത്. 2 ദിവസങ്ങൾക്ക് ശേഷമാണ് വൈദ്യരായ മംഗളയുടെ അച്ഛനും അമ്മയും അവിടേക്ക് വരുന്നത്. അവരെ കണ്ടിട്ടും ചോദിച്ചതിന് മറുപടി അല്ലാതെ കൂടുതലൊന്നും ശ്രീനിവാസ സംസാരിച്ചിരുന്നില്ല. അവന്റെ ഈ ഒഴിഞ്ഞുമാറ്റം കണ്ട് അത് കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനും മുഷ്ടിലായിട്ടാണ് മംഗളയുടെ മാതാപിതാക്കൾക്ക് തോന്നുന്നത്. ശേഷം മംഗളയുടെ അച്ഛൻ മരുന്നുകൾ വെച്ചിരിക്കുന്നിടത്തേക്ക് ചെന്ന് ശ്രീനിവാസയോട് സംസാരിക്കുന്നു. ഇവിടെയുള്ള മരുന്നുകൾ മാത്രം പോരെന്നും കൂടുതൽ ആവശ്യമായത് ഞാൻ വീട്ടിൽ പോയി എടുത്തോണ്ട് വരാമെന്നും അദ്ദേഹം അവനോട് പറയുന്നു. മാത്രമല്ല പോകുന്ന വഴി ഞാൻ മോന്റെ വീട്ടിലൂടെ കയറി മംഗളയ്ക്ക് മരുന്ന് കൊടുക്കാമെന്നും കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ പേര് ഇനി ഇങ്ങനെ വിഷമിക്കേണ്ടി വരില്ലെന്നും അദ്ദേഹം പറയുമ്പോ ശ്രീനിവാസ ചെറുതായെന്ന് ഷോക്കാവുന്നു. തന്റെ അവഗണന കാരണം കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ പഴി കേൾക്കേണ്ടി വരുന്നത് മംഗളയാണെന്ന് ഓർക്കെ അവൻ ആദ്യമായിട്ട് അവളെക്കുറിച്ച് ഓർത്ത് കുറ്റബോധം തോന്നുന്നു. അവൻ ഉടൻ തന്നെ അകത്തേക്ക് ചെന്ന് ഒരു പേപ്പറും പേനയും കയ്യിലെടുക്കുന്നു. ഇത്രയും നാൾ അവഗണിച്ചതിന് എന്നോട് ക്ഷമിക്കണമെന്നും കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ നിന്നെ വന്ന് കാണുമെന്നും എനിക്ക് കുറച്ചുകൂടി സമയം തരണമെന്നും ഒരു കത്തെഴുതി മംഗളയ്ക്ക് കൊടുക്കാനായി ശ്രീനിവാസ അവളുടെ അച്ഛനെ ഏൽപ്പിക്കുന്നു. പിറ്റേ ദിവസമാണ് മംഗളയുടെ അച്ഛൻ ശ്രീനിവാസന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. മകളെ കണ്ട ഉടനെ ശ്രീനിവാസനെ ഏൽപ്പിച്ച കത്തും തന്റെ കയ്യിലെ മരുന്നും അദ്ദേഹം അവളെ ഏൽപ്പിക്കുന്നു. മരുന്ന് എന്തിനു വേണ്ടിയുള്ളതാണെന്നും കഴിക്കേണ്ട വിധവും പറഞ്ഞു കൊടുക്കുമ്പോ മംഗളയൊന്നും മറുപടിയൊന്നും പറയുന്നില്ല.
കടക്കരയിൽ നിന്ന് വന്നതിനാൽ അകത്തേക്ക് കയറാതെ പിന്നീട് ഒരിക്കൽ വരാമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നത്. ശ്രീനിവാസൻ എഴുതിയ കത്ത് അലസമായി ഒന്ന് നോക്കുമ്പോഴാണ് അതിൽ അവന്റെ ഒപ്പ് മംഗളയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ചെന്നൈയ രാജയുടെ കത്തിൽ ഉണ്ടായിരുന്ന ആ ഒപ്പ് അവൾ ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയുന്നു. ശേഷം വല്ലാത്തൊരു ആകാംക്ഷയോടെ ചെന്നൈയ രാജ എന്നൊരാളെ അച്ഛൻ അറിയാവോ എന്ന് അവൾ ശ്രീനിവാസന്റെ അച്ഛനോട് ചോദിക്കുന്നു. അതിന് അദ്ദേഹം ശ്രീനിവാസൻ തന്നെയാണ് ചെന്നൈയ രാജ എന്നും എരുമ മത്സരത്തിൽ വിജയിച്ചതിന്റെ സന്തോഷത്തിൽ ആളുകൾ അവനെ അവന്റെ എരുമകളുടെ പേരിട്ട് വിളിക്കുന്നതാണെന്നും മറുപടി പറയുന്നു. പക്ഷെ അപ്പോഴും മംഗളയ്ക്ക് അത് വിശ്വസിക്കാനാവുന്നില്ല. അദ്ദേഹം അതിന് എരുമസവാരി പങ്കെടുത്തിട്ടുണ്ടോ എന്ന് മംഗള ആകാംക്ഷയോട് ചോദിക്കുമ്പോൾ അച്ഛൻ അവളെ ഒരു പഴയ അറയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ വെച്ചിട്ടുള്ള ശ്രീനിവാസ മത്സരത്തിൽ പങ്കെടുത്തതിന്റെ സാധനങ്ങളും വിജയിച്ചതിന് കിട്ടിയ സമ്മാനങ്ങളും അച്ഛൻ അഭിമാനത്തോടെ കാണിച്ചു കൊടുക്കുമ്പോൾ മംഗള സത്യത്തിൽ സന്തോഷം കൊണ്ട് കരയുകയായിരുന്നു. എനിക്ക് ഇപ്പൊ തന്നെ അദ്ദേഹത്തെ കാണണമെന്നും ഇപ്പൊ തന്നെ എന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകണമെന്നും മംഗള പറയുമ്പോൾ അദ്ദേഹത്തിന് കാര്യമൊന്നും പിടികിട്ടുന്നില്ല. എങ്കിലും മംഗളയുടെ സന്തോഷം കണ്ട് അദ്ദേഹം അതിന് സമ്മതിക്കുന്നു. മംഗള ഉടൻ തന്നെ പോയി പണ്ട് കത്തെഴുതിയ സമയത്ത് ശ്രീനിവാസൻ പറഞ്ഞ അവൻ ഇഷ്ടമുള്ള പച്ചക്കളർ സാരി ഉടുത്ത് പെട്ടെന്ന് ഒരുങ്ങി വരുന്നു. അത്യധികം സന്തോഷത്തോടെ അച്ഛന്റെ കൈയും പിടിച്ചു വലിച്ച് പുറത്തേക്ക് വരുമ്പോഴാണ് കുറച്ച് ആളുകൾ ചേർന്ന് ശ്രീനിവാസന്റെ മൃതദേഹം അവിടേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ പോകണ്ടെന്ന് പറഞ്ഞിട്ട് പോയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ശ്രീനിവാസന്റെ അച്ഛൻ പറയുമ്പോൾ ശ്രീനിവാസൻ മരിച്ചത് വെള്ളത്തിൽ വീണാണെന്നും അല്ലാതെ അസുഖം വന്നല്ലെന്നും കൂട്ടത്തിൽ ഒരാൾ അവരോട് പറയുന്നു. എല്ലാം കണ്ടു നിന്ന മംഗളയാവട്ടെ എല്ലാം തകർന്നവളെ പോലെ ശ്രീനിവാസന്റെ നെഞ്ചിലേക്ക് വീഴുന്നു. ആ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചതും പ്രസന്റ് വീണ്ടും ആധുനികയും പുരാതനയും കാണിക്കുന്നു. നിനക്കിത് വെറും കഥയായിട്ട് തോന്നുമെങ്കിലും ഞാൻ ആ നിമിഷങ്ങളിലൂടെ ശരിക്കും ജീവിച്ചതാണെന്ന് പറഞ്ഞ് ആധുനിക വളരെ ഇമോഷണൽ ആവുന്നു. ശ്രീനിവാസയാണ് ചെന്നൈ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞെങ്കിലും അതൊന്ന് നേരി പറയുന്നതിന് മുന്നേ തന്നെ എല്ലാം അവസാനിച്ചെന്ന് ആധുനിക വേദനയോട് പറയുന്നു. പക്ഷെ അപ്പോഴാണ് കരഞ്ഞ പോലെയുള്ള പുരാതന്റെ മുഖം അവൾ ശ്രദ്ധിക്കുന്നത്. നീയാണ് തുളസി എന്ന് ഞാനും അന്ന് മനസ്സിലാക്കിയിരുന്നുവെന്ന് പുരാതൻ പറയുമ്പോൾ ആധുനിക അവനെ അത്ഭുതത്തോടെ നോക്കുന്നു. ശേഷം നമ്മളെ വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ശ്രീനിവാസനും കുടുംബവും മുത്തശ്ശന്റെ വീട്ടിലേക്ക് താമസം മാറിയതിനു ശേഷമാണ് ശ്രീനിവാസന് വേണ്ടി പെണ്ണ് നോക്കാൻ മുത്തശ്ശൻ ജോത്സ്യനോട് പറയുന്നത്. പക്ഷെ വിവാഹം എന്ന് കേട്ടതും ശ്രീനിവാസനെ തുളസിയാണ് ഓർമ്മ വരുന്നത്. എങ്ങനെയെങ്കിലും അവളെ കണ്ടെത്തണമെന്ന ലക്ഷ്യവുമായി അവൻ വീണ്ടും പഴയ നാട്ടിലേക്ക് പോകുന്നു. അവിടെ പലരോടും തുളസി എന്നൊരു പെണ്ണിനെ കുറിച്ച് തിരക്കുന്നെങ്കിലും അവർക്കാർക്കും അങ്ങനെ ഒരാളെ അറിയുമായിരുന്നില്ല. മംഗള ചെന്നൈയെ അന്വേഷിച്ച് നടന്ന അതേ സമയത്ത് തന്നെയാണ് അവൻ തുളസിയെ അന്വേഷിച്ചത്. ഏറെ അന്വേഷിച്ചിട്ടും തുളസിയെ കണ്ടെത്താനാകാതെ ആകെ മനസ്സ് തകർന്നിരിക്കുമ്പോഴാണ് മാതാപിതാക്കൾ വീണ്ടും അവന് വിവാഹാലോചനയായിട്ട് വരുന്നത്. തനിക്കൊരു വിവാഹം വേണ്ടെന്ന് തറപ്പിച്ചു പറയുന്നെങ്കിലും അമ്മയുടെ കണ്ണുനീരിന് മുമ്പിൽ ഒടുവിൽ അവൻ സമ്മതം മൂളുന്നു. പക്ഷെ അപ്പോഴും മനസ്സിൽ തുളസി ഉള്ളതുകൊണ്ടാണ് ഒരിക്കൽ പോലും അവന് തന്റെ ഭാര്യയായ മംഗളയെ ശ്രദ്ധിക്കാൻ കഴിയാഞ്ഞത്. അന്ന് മംഗളയുടെ അച്ഛന്റെ കയ്യിൽ ശ്രീനിവാസ കത്ത് കൊടുത്തുവിട്ട രാത്രി മംഗളയുടെ അമ്മയാണ് മരുന്നുണ്ടാക്കാൻ അവിടെ സഹായമായിട്ടുണ്ടായിരുന്നത്. സംസാരിക്കുന്നതിനിടയിലാണ് ഭാസ്കരൻ എന്ന പാൽക്കാരന് പാമ്പുകടിയേറ്റ കാര്യവും വൈദ്യര് വീട്ടിലില്ലാത്തതുകൊണ്ട് അവനെ രക്ഷിക്കാൻ പറ്റാഞ്ഞ കാര്യവും ഒക്കെ അമ്മ ശ്രീനിവാസയോട് പറയുന്നത്. മാത്രമല്ല ഭാസ്കരനും മംഗളയുമായിട്ട് നല്ല കൂട്ടായിരുന്നെന്നും അവൻ എന്തോ എഴുത്തൊക്കെ കൊണ്ടുവന്ന് അവളോട് അർത്ഥം ചോദിക്കാറുണ്ടായിരുന്നെന്നും മംഗളയുടെ അമ്മ പറയുമ്പോൾ ശ്രീനിവാസൻ ഒരു നിമിഷം ഷോക്കാവുന്നു. മംഗളയ്ക്ക് എഴുത്തും വായന അറിയുമായിരുന്നോ എന്ന് ശ്രീനിവാസൻ സംശയത്തോടെ തിരക്കുമ്പോൾ മംഗളയുടെ അമ്മ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ ഒരു നിമിഷം മൗനം പാലിക്കുന്നു. കാരണം സാധാരണ വീട്ടിലെ സ്ത്രീകൾക്ക് എഴുത്തും വായന അറിയുന്നത് ഒരു മോശം കാര്യമായി കണക്കാക്കിയ കാലത്ത് അക്കാര്യം മറച്ചുവെച്ചാണ് അവര് മംഗളയുടെ വിവാഹം നടത്തിയത്. അമ്മയുടെ മൗനം കണ്ടതും മംഗളയെ എഴുത്തും വായനയും പഠിപ്പിച്ചത് ഒരു ദേവദാസിയാണോ എന്ന് ശ്രീനിവാസൻ വീണ്ടും ചോദിക്കുന്നു. ഇക്കാര്യം മോൻ എങ്ങനെ അറിഞ്ഞെന്ന് മംഗളയുടെ അമ്മ ചോദിക്കുമ്പോൾ തന്നെ താൻ പ്രണയിച്ച തുളസി മംഗളയാണെന്ന് ശ്രീനിവാസന് ബോധ്യമാവുന്നു. അവൻ ഒരേ സമയം പ്രണയിച്ചവളെ തന്നെ ഭാര്യയായി കിട്ടിയതിൽ സന്തോഷവും എന്നാൽ ആളറിയാതെ അവളെ അവഗണിച്ചതിൽ വേദനയും തോന്നുന്നു. ഒടുവിൽ സന്തോഷം സങ്കടം അടക്കാനാവാതെ അവൻ ചിരിച്ചുകൊണ്ട് കരയുന്നു. ഞാൻ ഇപ്പൊ തന്നെ അവളെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ആ രാത്രി തന്നെ ശ്രീനിവാസൻ അവളുടെ അടുത്തേക്ക് പോകുന്നു. പക്ഷെ പെരുമഴ ആയതുകൊണ്ട് കടത്തു പോകുന്നില്ലെന്ന് കണ്ടതും അവൻ വെള്ളത്തിലേക്ക് ചാടി മറുകരയിലേക്ക് നീന്തുന്നു. മഴയെ ഒഴുക്കിനെ ഒന്നും വകവെക്കാതെ മംഗളയെ കാണാനുള്ള മോഹവുമായിട്ട് എതിർക്കരയിലേക്ക് നീന്തുമ്പോഴാണ് ഒഴുക്കിൽ വന്ന ഒരു തടിക്കഷ്ണം തലയിലിടിച്ച് അവന്റെ ബോധം നഷ്ടപ്പെടുന്നത്. പുരാതൻ അത് പറഞ്ഞു നിർത്തിയതും നിറഞ്ഞ പ്രണയത്തോടെ ആധുനിക അവനെ കെട്ടിപ്പിടിക്കുന്നു. കഴിഞ്ഞ ജന്മം തിരിച്ചറിയപ്പെടാതെ പോയ പ്രണയം തിരിച്ചറിഞ്ഞ സന്തോഷത്തിലാണ് അവരിരുവരും പരസ്പരം പുണരുന്നത്. നെക്സ്റ്റ് സീനിൽ പുരാതൻ അവന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് ഇക്കാര്യങ്ങളൊക്കെ അവന്റെ അച്ഛൻ കൃഷ്ണമൂർത്തിയോട് പറയുന്നതാണ് കാണിക്കുന്നത്. പക്ഷെ മംഗളയുടെ ശ്രീനിവാസനെ കഥ കേട്ട് കഴിഞ്ഞതും കൃഷ്ണമൂർത്തി അവന്റെ അടുത്ത് മുടിയില്ലാത്ത ആധുനികയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇവളാണോ നിന്നോട് ഈ കഥ പറഞ്ഞതെന്ന് ചോദിക്കുന്നു. അതെ എന്ന് പുരാതൻ തലയാട്ടുമ്പോ ഇവള് 2 വർഷം മുമ്പ് ഒരു മേജർ ആക്സിഡന്റ് പറ്റി ഓർമ്മകൾ നഷ്ടപ്പെട്ട് എന്റെ അടുത്ത് ട്രീറ്റ്മെന്റിന് വന്നതാണെന്ന് കൃഷ്ണമൂർത്തി പറയുന്നു.
ആക്സിഡന്റിന് ശേഷം സ്ട്രെസ്സും ട്രോമയും കൊണ്ട് ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആധുനിക ഉണ്ടായിരുന്നത്. അന്ന് താൻ എഴുതാൻ പോകുന്ന ഒരു കഥയെക്കുറിച്ച് കൃഷ്ണമൂർത്തി ആധുനികയോട് പറഞ്ഞിരുന്നു. അന്ന് ആ കഥയെല്ലാം കേട്ടും വായിച്ചും അതിലെ മംഗളയാണ് താനെന്ന് ആധുനിക സ്വയം സങ്കല്പിച്ചതാണെന്നും അവള് പറഞ്ഞത് ഞാൻ എഴുതിയ മംഗള എന്ന കഥയാണെന്നും പറഞ്ഞ് അച്ഛൻ ആ ബുക്ക് പുരാതനെ ഏൽപ്പിക്കുന്നു. മാത്രമല്ല ട്രീറ്റ്മെന്റിന്റെ സമയത്ത് ക്ലിനിക്ക് വെച്ച് നിന്നെ അവൾ എപ്പോഴെങ്കിലും കണ്ടു കാണുമെന്നും ആ ഓർമ്മയിൽ നിന്നെ ശ്രീനിവാസനായി സങ്കല്പിച്ചതായിരിക്കുമെന്നും അച്ഛൻ അവനോട് പറയുന്നു. ഇത് കേട്ടതും പുരാതൻ അല്പം കൺഫ്യൂസ് ആവുന്നു. പൂർവജന്മ കഥകളൊക്കെ വിട്ടേക്കാനും ആധുനികയ്ക്കിപ്പോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ നമുക്കൊരു മാരേജ് പ്രപ്പോസലുമായിട്ട് മുന്നോട്ട് പോകാമെന്നും കൂടെ കൃഷ്ണമൂർത്തി പുരാതനോട് പറയുന്നു. സത്യത്തിൽ പൂർവജന്മ കഥകളൊക്കെ സത്യമാണെങ്കിലും അല്ലെങ്കിലും ഇതുവരെ മറ്റാരോടും തോന്നാത്ത ഒരു ഇമോഷണൽ ബോണ്ടിങ് പുരാതന ആധുനികയോട് തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുമായിട്ടുള്ള വിവാഹത്തിന് അച്ഛൻ സമ്മതിക്കുമ്പോൾ അവന് ഒരുപാട് സന്തോഷം തോന്നുന്നു. ആധുനികയുടെ പേരൻസ് കൂടെ സമ്മതിച്ചതോടെ ഇരുവരുടെയും മാതാപിതാക്കളുടെ സമ്മതത്തോടെ ആധുനികയും പുരാതനും തമ്മിൽ വിവാഹം കഴിക്കുന്നു. നെക്സ്റ്റ് സീനിൽ അവരുടെ ആദ്യരാത്രിയാണ് കാണിക്കുന്നത്. ആധുനികയും ഒത്ത് പുതിയൊരു ജീവിതം തുടങ്ങുന്നതിന് മുന്നേ തന്നെ അച്ഛൻ പറഞ്ഞ സത്യങ്ങളൊക്കെ അവളോട് തുറന്നു പറയാൻ പുരാതൻ തീരുമാനിക്കുന്നു. നീ വിശ്വസിക്കുന്ന പുനർജന്മ കഥകളൊക്കെ കള്ളമാണെന്നും എന്റെ അച്ഛന്റെ അടുത്ത് ട്രീറ്റ്മെന്റിന് വന്ന സമയത്ത് അച്ഛൻ എഴുതിയ ബുക്ക് വായിച്ച് നീ അതിലെ ക്യാരക്ടറായിട്ട് സ്വയം ഇമാജിൻ ചെയ്തതാണെന്നും പുരാതൻ അവളോട് പറയുന്നു. അത് കേട്ടതും ആധുനിക ചെറുതായെന്ന് ഷോക്കാവുന്നു. ആക്സിഡന്റിന് ശേഷം ഡോക്ടർ കൃഷ്ണമൂർത്തിയുടെ അടുത്ത് ട്രീറ്റ്മെന്റിന് പോയത് സത്യമാണെങ്കിലും ബാക്കി കാര്യങ്ങൾ സത്യമല്ലെന്ന് ആധുനിക അവനോട് പറയുന്നു. അന്നത്തെ ആക്സിഡന്റിന് ശേഷമാണ് ആധുനിക ഇടയ്ക്കിടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകാൻ തുടങ്ങിയത്. ആ സമയം കണ്ട പുനർജന്മ കഥകൾ അവൾ അവരുടെ പേരൻസിനോടും കൂട്ടുകാരോടും ഒക്കെ പറയുന്നെങ്കിലും ആരും അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. പക്ഷെ കൃഷ്ണമൂർത്തി മാത്രം അതെല്ലാം ക്ഷമയോടെ കേട്ടിരിക്കുന്നു. അദ്ദേഹം അത് ശരിക്കും വിശ്വസിച്ചതാണോ അതോ വിശ്വസിക്കുന്ന പോലെ അഭിനയിച്ചതാണോ എന്ന് എനിക്കിപ്പോഴും അറിയില്ലെന്നും പക്ഷെ ആ കഥയാണ് അദ്ദേഹം പിന്നീട് സ്വന്തം പേര് പുസ്തകമാക്കിയതെന്നും ആധുനിക പുരാതനോട് പറയുന്നു. മാത്രമല്ല മംഗളയുടെയും ശ്രീനിവാസന്റെയും കഥയിൽ സ്വന്തം ഭാഗം പുരാതൻ തന്നെ പറഞ്ഞപ്പോഴാണ് തങ്ങളുടെ പുനർജന്മ സത്യമാണെന്ന് ആധുനികയ്ക്ക് പൂർണ്ണമായിട്ട് ബോധ്യം വന്നത്. കാരണം കൃഷ്ണമൂർത്തി എഴുതിയ ബുക്കിൽ മംഗള പറഞ്ഞു കൊടുത്ത മംഗളയുടെ ഭാഗത്തു നിന്നുള്ള കഥയാണ് ഉണ്ടായിരുന്നത്. അല്ലാതെ പുരാതൻ പറഞ്ഞ ശ്രീനിവാസൻ മംഗളയെ തിരിച്ചറിയുന്ന ഭാഗം ആ ബുക്കിൽ ഇല്ലെന്നും ആധുനിക അവനോട് പറയുന്നു. കൃഷ്ണമൂർത്തിയുടെ ബുക്ക് നോക്കുമ്പോൾ ആധുനിക പറഞ്ഞത് സത്യമാണെന്ന് പുരാതനം മനസ്സിലാകുന്നു. ആധുനികയോട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് പുരാതൻ നേരെ പുറത്തിരിക്കുന്ന കൃഷ്ണമൂർത്തിയുടെ അടുത്തേക്കാണ് പോകുന്നത്. ആധുനിക പറഞ്ഞ കാര്യങ്ങളും ഒപ്പം തന്റെ സംശയം അവൻ അച്ഛനോട് തുറന്നു ചോദിക്കുന്നു. പക്ഷെ ശ്രീനിവാസ മംഗളയെ തിരിച്ചറിഞ്ഞ ഭാഗം ഡ്രാഫ്റ്റിലുണ്ടായിരുന്നെന്നും പബ്ലിഷ് ചെയ്യാൻ നേരം അത് വേണ്ടെന്ന് വെച്ചതാണെന്നും അച്ഛൻ അവനോട് പറയുന്നു. മാത്രമല്ല ആ ഡ്രാഫ്റ്റ് നിനക്കൊരിക്കൽ വായിക്കാൻ തന്നിരുന്നു എന്ന് അച്ഛൻ അവനോട് പറയുമ്പോൾ പുരാതൻ അത് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. ആധുനികയെ പോലെ അന്ന് അത് വായിച്ചത് നിന്റെ ഓർമ്മയിലും ഉണ്ടാവുമെന്ന് അച്ഛൻ പറയുമ്പോൾ പുരാതൻ വീണ്ടും കൺഫ്യൂസ് ആവുന്നു. എന്തായാലും ഇന്ന് രാത്രി തന്നെ സത്യങ്ങൾ അറിയണമെന്ന് മനസ്സിലുറപ്പിച്ച് പുരാതൻ നേരെ അച്ഛന്റെ ഡ്രാഫ്റ്റ് സൂക്ഷിച്ചു വെച്ച ക്ലിനിക്കിലേക്ക് പോകുന്നു. അവിടെ നിന്നും ബുക്കിന്റെ ഡ്രാഫ്റ്റും കൊണ്ട് അവൻ തിരിച്ച് വീട്ടിലേക്ക് വരും വഴിയാണ് വഴിയരികിലെ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നത് കണ്ട് അല്പനേരം വണ്ടി നിർത്തുന്നത്. വണ്ടിയിലിരുന്ന് തന്നെ അവൻ ആ ഡ്രാഫ്റ്റ് വായിക്കുന്ന സമയത്താണ് അമ്പലത്തിൽ നിന്നും മുഴങ്ങുന്ന പ്രഭാഷണം അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. വനവാസം വിധിക്കപ്പെട്ട സമയത്ത് രാമനും അമ്മ കൗസല്യയും തമ്മിൽ സംസാരിക്കുന്ന ഭാഗമായിരുന്നു അത്. പിതാവിന് വേണ്ടി നീ വനവാസം തിരഞ്ഞെടുക്കുമ്പോൾ കൊട്ടാരസുഖം അനുഭവിക്കേണ്ടി വരുന്ന സീതയ്ക്ക് നീ അത് നിഷേധിക്കുകയാണെന്നും അതുകൊണ്ട് ആലോചിച്ച് തീരുമാനമെടുക്കാനും കൗസല്യ രാമനോട് പറയുന്നു. പക്ഷെ ഒരു ഭാഗത്ത് കൺകണ്ട ദൈവമായ അച്ഛനും മറുഭാഗത്ത് ജീവന്റെ പാതിയായ സീതയും നിൽക്കുമ്പോൾ ഞാൻ ആരുടെ കൂടെ നിൽക്കുമെന്ന് രാമൻ തിരിച്ചു ചോദിക്കുന്നു. ഇത് കേട്ടുകൊണ്ടാണ് വണ്ടിയിലിരുന്ന് തന്നെ പുരാതൻ ആ ഡ്രാഫ്റ്റ് വായിച്ചു നോക്കുന്നത്. മറുഭാഗത്ത് പുരാതനെ കാത്തിരുന്ന് ഉറങ്ങിപ്പോയ ആധുനിക ഒരു ജന്മത്തിലും നിങ്ങൾ ഇണ ചേരില്ലെന്ന് അനാമദേവ ശപിക്കുന്നത് സ്വപ്നം കാണുന്നു. അവൾ ഉടൻ തന്നെ പേടിച്ച് ഞെട്ടി എണീറ്റ ശേഷം പുരാതനെ കോൾ ചെയ്ത് എവിടെയാണെന്ന് തിരക്കുന്നു. ഞാനിപ്പോ ക്ലിനിക്കിൽ പോയി ബുക്കിന്റെ ഡ്രാഫ്റ്റ് എടുത്ത് വരുന്ന വഴിയാണെന്നും ക്ഷീണം തോന്നിയപ്പോ ഒരു കോഫി കുടിക്കാനായിട്ട് വഴിയോരത്ത് വണ്ടി നിർത്തിയതാണെന്നും പുരാതൻ മറുപടി പറയുന്നു. അങ്ങനെയാണെങ്കിൽ ലൊക്കേഷൻ അയക്കാനും ഞാൻ ഇപ്പൊ തന്നെ ക്യാബിൽ അങ്ങോട്ട് വരാമെന്നും ഇങ്ങോട്ട് ഞാൻ ഡ്രൈവ് ചെയ്തോളാമെന്നും ആധുനിക അവനോട് പറയുന്നു. ആദ്യം അത് വേണ്ടെന്ന് പറയുന്നെങ്കിലും ആധുനിക നിർബന്ധം പറയുമ്പോൾ പുരാതൻ അവൾക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നു. ശേഷം വീണ്ടും അവൻ ഡ്രാഫ്റ്റ് വായിക്കാൻ തുടങ്ങുന്നു. വായിച്ചു തീർന്നതും അവൻ അതിലെ പേപ്പറുകൾ ഓരോന്നായി അമ്പലത്തിനടുത്തുള്ള അഗ്നിയിലേക്ക് ഇടുന്നു. ഈ അഗ്നിയിൽ ഇത്തരം സാധനങ്ങളൊന്നും ഇടാൻ പാടില്ലെന്ന് അടുത്തു നിന്ന് ഒരാൾ പറയുമ്പോൾ ചില സത്യങ്ങളൊക്കെ ഇല്ലാതാവുന്നതാണ് നല്ലതെന്ന് പുരാതൻ മറുപടി പറയുന്നു. പുരാതൻ അത് മുഴുവനും കത്തിച്ചു കളഞ്ഞ ശേഷമാണ് ആധുനിക അവിടേക്ക് വരുന്നത്. പുരാതനെ കണ്ടതും ഡ്രാഫ്റ്റ് വായിച്ച് സത്യം മനസ്സിലാക്കിയുവെന്ന് അവൾ അവനോട് ആകാംക്ഷയോട് ചോദിക്കുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ കള്ളം പറഞ്ഞത് ആരാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് കൂടെ പറയണമെന്നോർത്ത് പുരാതൻ അവളോട് വായിച്ചില്ലെന്ന് കള്ളം പറയുന്നു. വെളിച്ചത്തിരുന്ന് വായിക്കാൻ വേണ്ടി അഗ്നികുണ്ഡത്തിനരിയിലേക്ക് നിന്നപ്പോ കൈ വഴുതി അത് തീയിലേക്ക് വീണെന്ന് അവൻ അവളോട് കള്ളം പറയുന്നു.
പക്ഷെ പുരാതന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അവൻ കള്ളം പറഞ്ഞതാണെന്ന് ആധുനികയ്ക്ക് മനസ്സിലാകുന്നു. ഇത് നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്നും അതുകൊണ്ട് എന്നോട് സത്യം പറയണമെന്നും പറഞ്ഞ് ആധുനിക അവനോട് വാശി പിടിക്കുന്നു. ഒടുവിൽ പുരാതൻ അവളോട് സത്യം പറയാൻ തുടങ്ങുമ്പോഴാണ് അമ്പലത്തിലെ എരുമ വിഭ്രാന്തി കാണിച്ച് ചുറ്റുമുള്ളവരെ ഉപദ്രവിച്ച് അവർക്കരികിലേക്കും പാഞ്ഞെടുക്കുന്നത്. ഇത് കണ്ടതും ആധുനിക പേടിച്ച് നിലവിളിക്കുന്നെങ്കിലും പുരാതനാകട്ടെ തെല്ലും ഭയമില്ലാതെ ആ കാട്ടെരുമയ്ക്ക് നേരെ പാഞ്ഞെടുക്കുന്നു. ആദ്യത്തെ തവണ എരുമ അവനെ തട്ടി താഴെ ഇടുന്നെങ്കിലും രണ്ടാം തവണ മുണ്ട് മടക്കി കുത്തി സ്ലീവ്സ് മുകളിലേക്ക് കയറ്റി വെച്ച് പുരാതനായ എരുമയെ എതിരിടുന്നു. ആ സമയം കേട്ടുകേഴ്വി മാത്രമുള്ള ചെന്നൈയ രാജയെ വീണ്ടും നേരിട്ട് കണ്ട പോലെയാണ് ആധുനികയ്ക്ക് തോന്നുന്നത്. ചുറ്റുമുള്ള എല്ലാവരും ഭയപ്പെട്ട് നിൽക്കുന്ന സമയത്തും ഒരു പോരാളിയുടെ വീര്യത്തോടെ എരുമയെ അടക്കാൻ ശ്രമിക്കുന്ന പുരാതനെ കണ്ട് ആധുനിക എന്ന് പുഞ്ചിരിക്കുന്നു. അല്പസമയത്തിന് ശേഷം പുരാതന എരുമയെ മേരിക്കുകയും ഒടുവിൽ അതിന് നെറുകിൽ അരുമയായി ഒന്ന് തലോടുകയും ചെയ്യുന്നു. എല്ലാം ഒന്ന് ശാന്തമായതും ക്ഷേത്ര കമ്മിറ്റിക്കാർ പുരാതനയും കൊണ്ട് പൂജാരിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഇന്നത്തെ ദിവസം ഒരു വലിയ ആപത്തിൽ നിന്ന് ഇവിടെയുള്ളവരെ എല്ലാം രക്ഷിച്ചത് ഇവനാണെന്നും അതുകൊണ്ട് ആദ്യം ഇവന്റെ ദേഹത്ത് തീർത്ഥം തളിച്ച് ആശീർവദിക്കാനും ഒരാൾ പൂജാരിയോട് പറയുന്നു. ഇത് കേട്ടതും ഏതോ ഒരു ജന്മത്തിലെ പാപം ഇതുകൊണ്ട് തീർന്നെന്ന് കരുതിയാൽ മതിയെന്ന് പറഞ്ഞ് പൂജാരി പുരാതന ദേഹത്തേക്ക് തീർത്ഥം തളിക്കുന്നു. എന്നാൽ ആ പൂജാരിക്ക് അനാമദേവന്റെ ഛായയാണെന്ന് കണ്ടതും ആധുനിക അദ്ദേഹത്തെ നോക്കിയൊന്ന് പുഞ്ചിരിക്കുന്നു. മറുപടിയായി അവൾക്ക് ഒരു പുഞ്ചിരി കൈമാറി പൂജാരി അവിടെ നിന്ന് പോകുന്നു. ശേഷം പുരാതൻ ആധുനികയുടെ അടുത്ത് എന്ന് രാഫ്റ്റ് കണ്ടതിനെ കുറിച്ച് പറയും മുന്നേ അവൾ അവനെ തടയുന്നു. സിറ്റിയിൽ ജനിച്ചു വളർന്ന് ഒരു മുണ്ട് പോലെ ശരിക്കും ഉടുക്കാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഇതുപോലൊരു കാട്ടെരുമയെ തളയ്ക്കാൻ സാധിക്കുന്നതെന്ന് ആധുനിക ചോദിക്കുമ്പോൾ പുരാതൻ ചെറുതായി ഒന്ന് പുഞ്ചിരിക്കുന്നു. ജന്മങ്ങൾക്ക് മരണം ഉണ്ടെങ്കിലും പ്രണയത്തിന് ഒരിക്കലും മരണമില്ലെന്ന് പറഞ്ഞ് ആധുനിക അവനെ തന്നോട് ചേർത്തണയ്ക്കുന്നു. അങ്ങനെ പൂർവ്വജന്മ ശാപം മറികടന്ന് ആധുനികയും പുരാതനും ഒന്നാകുന്നത് കാണിച്ചാണ് ഈ മൂവി അവസാനിക്കുന്നത്. അപ്പൊ കൂട്ടുകാരെ, എല്ലാവർക്കും ഈ മൂവി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പതിവ് പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല മൂവീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.